ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയിലുള്ള ഒരു ഇഫ്താർ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുക. സവാള ഈ ഓയിലൊന്ന് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കളറൊന്ന് മാറി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗാർലിക്കും ജിഞ്ചറും പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ കുരുമുളക് പൊടി ചേർത്തതാണ്, അതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ പാകത്തിനുള്ളത് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 കളറിലെ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഈ മിക്സ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ പൊടിയൊന്ന് ആ ബട്ടർ മിക്സിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ പൊടി ആ ബട്ടറിൽ നല്ലൊരു മൂത്ത ഒരു മണം വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 കപ്പോളം പാലൊന്ന് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മിക്സ് ഒന്ന് കുറുകി വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവമാണ് നമ്മുടെ ക്രീം റെഡി ആയതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ക്രീമിൽ. ഇനി ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മുടെ ചിക്കൻ്റെയും ക്രീമിൻ്റെയും ഒക്കെ ആ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ആ മിക്സ് നമുക്കൊരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ആക്കിയെടുക്കാൻ എളുപ്പം ആ രീതിയിൽ ആക്കിയെടുക്കുക. ഞാനെല്ലാം ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഒരു മുട്ട ഒന്ന് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. എല്ലാം അതേപോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലൊരു കണ്ടെയ്നർ എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് എല്ലാം കൂടെ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു കവർ ഇട്ടതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒട്ടാത്ത രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്യുക.
ഇനി ഒരു പാൻ വെച്ചതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്സ് ഓരോന്നോരോന്നായിട്ട് ഈ ഓയിലൊന്ന് ഇട്ട് എല്ലാം ഒന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഇതെല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. എല്ലാ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് സർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഈസിയിലും ടേസ്റ്റിയിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇഫ്താറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.